കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൻ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളും ഷെക്കീന ടി വിയുടെ പ്രേക്ഷകരുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മെഡ്ജുവരിയിലെ പരിശുദ്ധ അമ്മ മെഡ്ജുവരിലെ ക്രസേവാസിൽ അല്ലെങ്കിൽ കുരിശുമലയിൽ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിന് ശേഷം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകമായ ചില അടയാളങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടത്. മെഡ്ജുവരിയിലെ കുരിശുമലയിൽ 1934 ഗ്രാമവാസികൾ ഒന്നു ചേർന്ന് സിമെൻറ്റും കല്ലും മറ്റ് മറ്റീരിയൽസൊക്കെ ചുമന്നുകൊണ്ട് ഏതാണ്ട് 520 മീറ്റർ ഉയരമുള്ള മലമുകളിൽ മാനവരക്ഷകനായ യേശുക്രിസ്തുവിനുള്ള സ്നേഹത്തെ പ്രതി സ്ഥാപിച്ച വലിയ 15 ടൺ ഭാരവും 8.56 മീറ്റർ ഉയരവുമുള്ള ആ വലിയ കുരിശ് മെഡ്ജുവരിയിലെ കുരിശുമലയുടെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ കുരിശ് പിന്നീട് പല ദൈവിക ഇടപെടലിൻ്റെയും പല അടയാളങ്ങളുടെയും വലിയ അനുഭവ സാക്ഷ്യങ്ങളുടെയും ഒരു ഇടമായി മാറിയതിനെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കാണുകയുണ്ടായി. അതിൽ തുടർന്ന് പരിശുദ്ധ അമ്മ മെഡ്ജുവരിയിലെ ദർശകരായ കുട്ടികൾക്ക് കൊടുത്ത സന്ദേശം ഇപ്രകാരമാണ്: എല്ലാ ദിവസവും അതിരാവിലെ ഞാൻ ഈ കുരിശിന് മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന്. പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യം മെഡ്ജുവരിയിലെ കുരിശുമലയിലും പ്രദേശം മുഴുവനും ഗ്രാമവാസികൾ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ പറയുന്നു, ഗ്രാമവാസികൾ കഷ്ടപ്പെട്ട് മാനവരക്ഷകനായ യേശുവിനോടുള്ള വലിയ സ്നേഹത്തെ പ്രതി ചോര നീരാക്കി ഉയർത്തിയ മെഡ്ജുവരിയിലെ കുരിശുമലയിലെ ആ വലിയ കുരിശിൻ്റെ അരികിൽ എന്നും അതിരാവിലെ ഞാൻ കുരിശുമലയിലെ കുരിശിനടിയിൽ വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ അമ്മ മെഡ്ജുവരിയിലെ ദർശകർക്ക് സന്ദേശം നൽകിയിട്ടുണ്ട്. അമ്മയുടെ ശക്തമായ സാന്നിധ്യം മെഡ്ജുവരിയിലെ കുരിശുമലയിൽ അനേകർക്ക് അനുഭവപ്പെട്ടിട്ടുമുണ്ട്. അമ്മയെ കുരിശിൻ്റെ മുകളിൽ കുരിശുമലയിൽ കണ്ട ആയിരങ്ങളുണ്ട്. അമ്മയുടെ ശക്തമായ സാന്നിധ്യത്തിന് സാക്ഷികളായ ആയിരങ്ങൾ. ലോകത്തെവിടെയും ഇല്ലാത്ത രീതിയിലുള്ള സ്വർഗത്തിൻ്റെ വലിയൊരു ഇടപെടലാണ് മെഡ്ജുവരിയിൽ എമ്പാടും നമുക്ക് കാണുവാൻ സാധിക്കുക. പരിശുദ്ധ കന്യക മറിയമാണ് മെഡ്ജുവരിയുടെ നായിക. പരിശുദ്ധ അമ്മയെ ചുറ്റിപ്പറ്റിയാണ് ഇന്ന് മെഡ്ജുവരിയിലെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുക. 1981 അമ്മ പ്രത്യക്ഷപ്പെട്ട മുതൽ ഇന്ന് വരെ അമ്മ അവിടുന്ന് വിട്ടുപോകാതെ എല്ലാ ദിവസവും മെഡ്ജുവരിയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ എത്ര വലിയ അനുഭവത്തിൻ്റെ ഒരു കാര്യമാണ്, എത്ര വലിയൊരു അനുഭവമാണ്. എല്ലാ ദിവസവും പരിശുദ്ധ അമ്മ മെഡ്ജുവരിയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നുള്ള സത്യം. ഇന്ന് മെഡ്ജുവരി മുഴുവനും ആ ഗ്രാമവാസികളെ ചുറ്റുപാടുമുള്ള പ്രദേശം മുഴുവനും
പരിശുദ്ധ അമ്മയുടെ സ്വന്തമായി കഴിഞ്ഞിരിക്കുകയാണ്. മെഡ്ജുഗൊരിയിൽ നമ്മൾ കാണുന്ന വലിയ പ്രത്യേകതകളാണ് ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഈ എപ്പിസോഡിലും മെഡ്ജുഗൊരിയിലെ ചില പ്രത്യേകതകളുടെ തുടർച്ച നിങ്ങളുമായി പങ്കുവയ്ക്കാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. മെഡ്ജുഗൊരിയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അവിടെ കണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അവിടെ ഒരു സന്യാസികളുടെ ഒരു ഗ്രൂപ്പ് അവിടെ ആരംഭിക്കുകയാണ്. സന്യാസികൾ അത് ആരൊക്കെയാണ്? യുവജനങ്ങൾ ഒന്ന് ചേർന്ന് ഒരു സന്യാസ സഭ അവിടെ ആരംഭിച്ചു. അവിടെ പ്രത്യേകത ഇതാണ്, 24 മണിക്കൂറും ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ച് ഈ സന്യാസികൾ, യുവജനങ്ങൾ അവരൊന്നു ചേർന്ന് 24 മണിക്കൂറും ദിവ്യകാരുണ്യ ഈശോയെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. അവരുടെ ജീവിതം വളരെ ലളിതമായ ജീവിതമാണ്. മെഡ്ജുഗൊരിയിലെ മലയിടുക്കുകളിലാണ് അവർ താമസിക്കുക. പഴയ വീടുകൾ, ജീവിത സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത, ലോകത്തിൻ്റെ ആർഭാടങ്ങളും സുഖവും സൗകര്യങ്ങളും ഉപേക്ഷിച്ച് യുവജനങ്ങൾ ഒന്ന് ചേർന്ന് സ്വർഗീയ അനുഭവം അവർക്ക് സ്വന്തമാക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ മെഡ്ജുഗൊരി സന്ദേശങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ദിവ്യകാരുണ്യനാഥനോട് ചേർന്ന് 24 മണിക്കൂറും ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ച് അവിടുത്തെ ആരാധിച്ച് ത്യാഗപൂർണമായ ജീവിതത്തിലേക്ക്, ഒരു സന്യാസ ജീവിതത്തിലേക്ക് അനേകം യുവജനങ്ങൾ കടന്നു വരുന്നത് വലിയൊരു സ്വർഗീയ ഇടപെടലിൻ്റെ മാതൃകയാണ്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ യൂറോപ്പിലെ യുവജനങ്ങളൊക്കെ വിശ്വാസത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും കൂദാശകളിൽ നിന്നൊക്കെ അകന്നു പോകുമ്പോൾ ഇതാ അമ്മയുടെ ഈ സ്ഥലത്ത് അമ്മയുടെ വിശ്വസ്തരായ മക്കളായി യുവജനങ്ങൾ ഒന്നു ചേർന്ന് സന്യാസ ജീവിതം നയിക്കുന്നു. മെഡ്ജുഗൊരിയിൽ വിന്റർ സീസണിൽ ഭയങ്കര തണുപ്പാണ്, കൊടും തണുപ്പാണ്. ആളുകൾ പറയുന്നത് ഈ മലയിടുക്കുകളിൽ പഴയ വീടുകളിൽ ഒരു സൗകര്യങ്ങളുമില്ലാത്ത ഈ വീടുകളിൽ താമസിക്കുന്ന ഈ സന്യാസിമാർ ഈ വിന്റർ സീസണിൽ കൊടും തണുപ്പിലൊക്കെ അവരെങ്ങനെയാണ് അതിനെയൊക്കെ അതിജീവിക്കുന്നത് എന്നുള്ളത് വലിയ അത്ഭുതകരമാണെന്നാണ് അവിടെയുള്ള ആളുകൾ പറയുക. ഇവരോട് ചേർന്ന് മെഡ്ജുഗൊരി ഗ്രാമത്തിൽ കാണുന്ന മറ്റൊരു പ്രത്യേകതയാണ് യുവജനങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മകൾ. യുവജനങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ചുമ്മാ ഉള്ള ഒരു പ്രാർത്ഥനയല്ല. അവർക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവർ അനുഭവിച്ചുകൊണ്ട്, സ്വർഗത്തിൻ്റെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞുകൊണ്ട്, പ്രാർത്ഥനയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് യുവജനങ്ങൾ ഒരു മടി കൂടാതെ ജപമാല ചൊല്ലാനും കുരിശിൻ്റെ വഴി ചെല്ലാനും മറ്റ് പ്രാർത്ഥനകൾക്ക് വേണ്ടി അവർ ഒന്നിച്ചു ചേരുകയാണ്. അങ്ങനെ യുവജനങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മ മെഡ്ജുഗൊരിയിൽ പലയിടങ്ങളിലും കാണാനായിട്ട് സാധിക്കും. ഈ പ്രാർത്ഥനാ കൂട്ടായ്മ മെഡ്ജുഗൊരിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയല്ല, ഇത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഈ കൂട്ടായ്മകൾ വ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ അനേക യുവജനങ്ങൾ മെഡ്ജുഗൊരിയിലെ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി അനേകരെ സ്വർഗോന്മുഖരാക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിക്കുന്ന യുവജനങ്ങളുടെ അനുഭവ സാക്ഷ്യം, ജീവിത സാക്ഷ്യം നമുക്കൊക്കെ വലിയ പ്രചോദനമാണ്. മെഡ്ജുഗൊരിയിൽ കാണുന്ന മറ്റൊരു വലിയ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിൻ്റെ സാക്ഷ്യമാണ് ചെനക്കോളെ എന്ന് പറയുന്ന സ്ഥാപനം. ചെനക്കോള എന്ന് പറയുന്ന സ്ഥാപനത്തിൽ മദ്യത്തിനും
മയക്കുമരുന്നിനും അടിമകളായ യുവജനങ്ങളാണ് അവിടെ ഒന്നിച്ചു ചേർന്നിരിക്കുക. നമുക്കറിയാം, യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും മയക്കുമരുന്നിന് അടിമപ്പെട്ട അനേക യുവജനങ്ങളുണ്ട്. ഈ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇവരെല്ലാം പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ ചെനക്കൊള എന്ന് പറയുന്ന സ്ഥാപനത്തിൽ അവർ വന്ന് ജീവിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട ഇവരെ പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുന്നു. മെഡ്ജുഗൊരിയിലെ ചെനക്കൊള എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വന്ന് ഇവർ ചില ആഴ്ചകളും മാസങ്ങളും താമസിച്ച് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് പഴയ ജീവിതത്തിൻ്റെ കെട്ടുകളിൽ നിന്നും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമത്തിൽ നിന്നുമൊക്കെ ഒരു പൂർണ്ണമായ വിടുതലും സ്വാതന്ത്ര്യവും ഈ മക്കൾ അനുഭവിക്കുന്നത് നാം കാണുന്നു. ഇതും പരിശുദ്ധ അമ്മയുടെ വലിയ മാതൃസ്നേഹത്തിൻ്റെ ഒരടയാളമായി ചെനക്കൊളോ എന്ന സ്ഥാപനം മെഡ്ജുഗൊരിയിൽ നിലനിൽക്കുകയാണ്. നമ്മളിവിടെയൊക്കെ ഇവരുടെ ഈ സ്ഥാപനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മദ്യത്തിനും പ്രത്യേകിച്ച് മയക്കുമരുന്ന് അടിമപ്പെട്ട ഈ യുവജനങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ മാറ്റങ്ങൾ, സ്വർഗദർശനങ്ങൾ, പ്രാർത്ഥനയോടും പരിത്യാഗത്തോടുമുള്ള അവരുടെ ദാഹം, ഒരിക്കൽ മയക്കുമരുന്നിന് വേണ്ടി ദാഹിച്ച് മയക്കുമരുന്നിന് വേണ്ടി വിശന്ന് മയക്കുമരുന്നിന് എന്തും ചെയ്തുകൊണ്ടിരുന്ന യുവജനങ്ങൾ ഇന്ന് സ്വർഗത്തിൻ്റെ ലഹരിക്ക് വേണ്ടി ആഗ്രഹിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ഹൃദയസ്പർശിയായ അനുഭവങ്ങളാണ് ചെനക്കൊളയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. പരിശുദ്ധ അമ്മ ഓരോ മക്കളുടെയും ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ, പരിശുദ്ധ അമ്മയുടെ മാതൃസ്നേഹത്താൽ അവർ പൊതിയപ്പെടുന്ന അനുഭവങ്ങൾ, അങ്ങനെ മയക്കുമരുന്നിനും മറ്റ് പല അപകടകരമായ സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ട യുവജനങ്ങളെ അമ്മ വീണ്ടെടുക്കുന്ന വലിയൊരു അനുഭവം ചെനക്കൊളയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ മെഡ്ജുഗൊരി ഗ്രാമത്തിന് മറ്റൊരു സ്ഥലത്ത് നമ്മൾ കാണുന്ന മറ്റൊരു പ്രത്യേകതയാണ് പരിശുദ്ധ അമ്മയുടെ ഗ്രാമം, മരിയൻ വില്ലേജ്. പരിശുദ്ധ അമ്മയുടെ ഗ്രാമമെന്നാണ് അത് അറിയപ്പെടുന്നത്. അവിടെ ആരാണുള്ളത്? അനാഥരും പാവപ്പെട്ടവരുമായ ശിശുക്കൾ. പല കാരണങ്ങൾ കൊണ്ട് വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട അനാഥരും പാവപ്പെട്ടവരും ആയ യുവതികൾ, വീട്ടിലേക്ക് കയറി ചെല്ലാൻ സാധിക്കാത്ത രീതിയിലൊക്കെ സമൂഹത്തിൽ പുറന്തള്ളപ്പെടുന്ന, എവിടെയും പോകാൻ ഇടമില്ലാത്ത യുവതികളും അനാഥരും പാവപ്പെട്ടവരുമായ ശിശുക്കളെ സംരക്ഷിക്കുന്ന ഒരിടമാണ് അവിടുത്തെ മാതാവിൻ്റെ ഗ്രാമം, മദർ വില്ലേജിലെ മരിയൻ വില്ലേജ് മെഡ്ജുഗൊരിയിൽ. മെഡ്ജുഗൊരിയിൽ പോകുവാൻ ദൈവം ഒരു അവസരം നൽകുകയാണെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ സന്ദർശിക്കണം. മെഡ്ജുഗൊരിയിലെ പരിശുദ്ധ അമ്മയുടെ ഈ മാതൃസ്നേഹത്താൽ വലയം ചെയ്യപ്പെടുന്ന ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒരു വലിയ സ്വർഗീയ അനുഭവമാണ് നമുക്ക് ലഭിക്കുക. ഈ മക്കളോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അഗ്നി കത്തുന്നതായിട്ട്, ജ്വലിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുവാൻ സാധിക്കും, നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ഗ്രാമത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ഈ ശിശുക്കൾ, ഈ യുവതികൾ ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എത്രമാത്രം വലുതാണ്, യാഥാർത്ഥ്യമാണ് അവിടെ എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. പരിശുദ്ധ അമ്മ എന്തുകൊണ്ടാണ് മെഡ്ജുഗൊരിയിൽ ഇത്രയും നാൾ തുടർച്ചയായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പലരും ചിന്തിക്കുന്നുണ്ടാകാം. നമുക്കറിയാം, ലൂർദിലും ഫാത്തിമയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ അമ്മ പ്രത്യക്ഷപ്പെട്ട് കുറച്ച് നാളുകളേ ഉള്ളൂ, ഒരു 6 മാസം. പിന്നീട് അമ്മയുടെ സാന്നിധ്യം അമ്മ അവിടെ നൽകുന്നുണ്ട്. എന്നാൽ മെഡ്ജുഗൊരിയിൽ അങ്ങനെയല്ല. കഴിഞ്ഞ 41 വർഷങ്ങളായി തുടർച്ചയായി എല്ലാ ദിവസവും അമ്മ പ്രത്യക്ഷപ്പെടുന്നു. അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൻ്റെ ഭാഗമായി തന്നെ
അമ്മ പല ക്രമീകരണങ്ങളും മെഡ്ജുഗൊരിയിലെ ദേശം മുഴുവനും നടത്തിയിരിക്കുന്നു. സ്വർഗത്തിൻ്റെ വലിയ അടയാളങ്ങൾ മെഡ്ജുഗൊരി പല സ്ഥലങ്ങളിൽ അമ്മ കാണിക്കുന്നു. ആത്മാക്കൾ നഷ്ടപ്പെട്ട യുവജനങ്ങളെ കൂട്ടിച്ചേർക്കുന്നു. മെഡ്ജുഗൊരിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ഗ്രാമം മുഴുവനും പരിശുദ്ധ അമ്മയെ ചുറ്റിപ്പറ്റിയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള പ്രകടമായ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും അമ്മയിലൂടെ ദൈവത്തിൻ്റെ പ്രത്യേകമായ പ്രകടമായ സാന്നിധ്യവും മെഡ്ജുഗൊരിയിലെ തീർത്ഥാടകരും ഗ്രാമവാസികളും എല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ 41 വർഷമായി അമ്മ തുടർച്ചയായി അവിടെ എല്ലാ ദിവസവും പ്രത്യക്ഷപ്പെടുന്നത്? ഇതൊക്കെ നമ്മൾ കാണാതെ പോകരുത്. പ്രിയമുള്ള സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 3:16 നമ്മൾ കാണുന്നുണ്ടല്ലോ, തന്നിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതിരിക്കുവാൻ ദൈവം തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇന്ന് ലോകം മുഴുവനും തിന്മയുടെ പുറകെ പോകുമ്പോൾ, അനേക ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അനേകര് ദൈവത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും സഭയിൽ നിന്നൊക്കെ അകന്ന് ഈ ലോകത്തിൻ്റെതായ വഴികളിലൂടെ സഞ്ചരിച്ച് ആത്മനഷ്ടം സംഭവിക്കുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മനുഷ്യനെ രക്ഷിക്കാൻ തൻ്റെ ഏകജാതനെ അയച്ച സ്വർഗീയ പിതാവ് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയെ ഈശോ നേടുത്തുന്ന രക്ഷയിലേക്ക് നമ്മളെ തിരിച്ചെത്തിക്കുന്നതിന് വേണ്ടി അമ്മയെ അയച്ചിരിക്കുകയാണ്. ലോകം അത്രമാത്രം തിന്മയുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്വർഗത്തിൻ്റെ ഒരു സഹായമില്ലാതെ ഒരു തിരിച്ചുവരവ് അസാധ്യമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തൻ്റെ ഏകജാതനിലൂടെ ഈ ലോകത്തെ രക്ഷിച്ച പിതാവായ ദൈവം ഇന്ന് അവൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയിലൂടെ ഈശോ രക്ഷിച്ച മക്കളെ വീണ്ടെടുക്കുവാൻ അയച്ചിരിക്കുക. അമ്മയ്ക്ക് വിശ്രമമില്ല. കാരണം ഓരോ ദിവസവും ഓരോ നിമിഷവും അത്രമാത്രം ആത്മാക്കൾ തിന്മയ്ക്ക് അടിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അമ്മയ്ക്കിന് വിശ്രമമില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും അമ്മ മെഡ്ജുഗൊരിയിൽ പ്രത്യക്ഷപ്പെടുന്നു. താൻ തൻ്റെ ശരീരം കീറിമുറിച്ച് കുരിശിൽ പിടഞ്ഞ് രക്തം വാർന്ന് രക്ഷിച്ച ഈ ജനസമൂഹം നഷ്ടപ്പെടുന്നത് കാണുന്ന പുത്രനായ ദൈവം ഈ ജനങ്ങളെ, താൻ രക്ഷിച്ച മക്കളെ വീണ്ടും തന്നിലേക്ക് എത്തിക്കുന്നതിനും സ്വർഗോന്മുഖരാക്കുന്നതിനും വേണ്ടി തൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാ മറിയത്തെ ഈ ലോകത്തിലേക്ക് അയക്കുകയാണ്. ഈശോയ്ക്ക് സ്വർഗത്തിൽ ഇരിപ്പുറയ്ക്കുന്നില്ല. കാരണം അനേക ആത്മാക്കൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. താൻ നേടിത്തന്ന രക്ഷയിലേക്ക് അവർ കടന്നു വരുന്നില്ല. ആ രക്ഷ അനുഭവിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. കാരണം അത്രമാത്രം തിന്മ അവരെ വളഞ്ഞിരിക്കുന്നു. ഈ തിന്മയുടെ കെണിയിൽ നിന്നും ഈ മക്കളെ വീണ്ടെടുക്കണമെങ്കിൽ സ്വർഗത്തിൻ്റെ ഇടപെടൽ ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് പുത്രനായ ദൈവം തൻ്റെ അമ്മയെ തന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഇടമുറിയാതെ ഈ ലോകത്ത് തുടർച്ചയായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുക, പ്രത്യേകിച്ചും മെഡ്ജുഗൊരിയിൽ. ഇനി മൂന്നാമതായി, പരിശുദ്ധ അമ്മ ഈശോയുടെ മാത്രം അമ്മയല്ല. കുരിശിൽ കിടന്നുകൊണ്ട് യോഹന്നാൻ ശ്ലീഹായെ നോക്കി പുത്രനായ ദൈവം പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. പരിശുദ്ധ അമ്മയോട് ഈശോ പറഞ്ഞു, യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചു, ഇതാ നിന്റെ മകൻ. യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാ നിന്റെ മകനെന്ന് പറഞ്ഞ് ഈശോ യോഹന്നാനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ലോകമെമ്പാടുമുള്ള സർവ്വജനങ്ങളെയും അമ്മയ്ക്ക് ഈശോ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പൊ നമ്മളെല്ലാം പരിശുദ്ധ അമ്മയുടെ മക്കളായി. നമുക്കറിയാം, ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മുടെ അമ്മമാർക്ക്
മക്കൾ തെറ്റിലേക്ക് പോകുമ്പോൾ സഹിക്കാനാവില്ല. മക്കൾ നഷ്ടപ്പെട്ടു പോകുന്ന എന്തെങ്കിലും അമ്മമാർ കാണുമ്പോൾ അവർ ഓടി വരും, അവരെ അതിൽ നിന്ന് അകറ്റും. എങ്ങനെയും മക്കളെ രക്ഷിക്കാനായിട്ട് ഈ ലോകത്തിലെ അമ്മമാർ കിണഞ്ഞു പരിശ്രമിക്കും. ഇതാണ് സ്വർഗത്തിലെ അമ്മ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. അമ്മയ്ക്കും സ്വർഗത്തിൽ ഇരിപ്പുറയ്ക്കുന്നില്ല. കാരണം ഈ ലോകത്ത് അനേകം ആത്മാക്കളെ സാത്താൻ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു, വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് സ്വർഗത്തിലെ അമ്മ നീണ്ട 41 വർഷക്കാലത്തോളം തുടർച്ചയായി മെഡ്ജുഗരിയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ മെഡ്ജുഗരിൽ നിന്ന് പഠിക്കുന്ന ഒരു കാര്യമാണ്, പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശങ്ങൾ മെഡ്ജുഗരി നിവാസികൾ ഹൃദയത്തിൽ ഏറ്റെടുത്തു. ഗോസ്പ എന്നാണ് പരിശുദ്ധ അമ്മയെ അവർ വിളിക്കുന്നത് അവരുടെ ഭാഷയിൽ. ഗോസ്പയുടെ പ്രിയപ്പെട്ട മക്കളായി അവർ മാറുകയാണ്. എങ്ങനെയാണ് പ്രിയപ്പെട്ട മക്കളായി അവർ മാറിക്കൊണ്ടിരിക്കുന്നത്? പരിശുദ്ധ അമ്മ മെഡ്ജുഗരി നൽകുന്ന സന്ദേശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദിവികാരുണ്യ ആരാധനയിലൂടെയും വലിയ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ സ്വയം അവർ പുറപ്പെടുവിച്ചുകൊണ്ട് തങ്ങളുടെ പഴയ വഴികൾ ഉപേക്ഷിച്ച് സ്വർഗോന്മുഖനായി ജീവിക്കുവാൻ തങ്ങളെ തന്നെ സമർപ്പിച്ചു. മെഡ്ജുഗരിയിലെ ഗ്രാമവാസികൾ മുഴുവനും, അവിടെ വരുന്ന തീർത്ഥാടകരെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് തങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ആ സമർപ്പണത്തിലാണ് സ്വർഗത്തിൻ്റെ വലിയ ഇടപെടൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയ്ക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, അമ്മയിലൂടെ ഈശോയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും ദൈവാരാധനയിലൂടെയും ഉപവാസത്തിലൂടെയും പരോപകാര പ്രവൃത്തിയിലൂടെയും പരിത്യാഗത്തിലൂടെയും അനേകര് പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമുക്കും മെഡ്ജുഗരിയിലെ സന്ദേശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് സ്വർഗോന്മുഖരായി ജീവിക്കുവാനും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിച്ച് സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങുവാനും ഈ കാലഘട്ടത്തിൽ നമ്മളെ സഹായിക്കണമേ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കാം. സാത്താൻ നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന വഞ്ചനയുടെ ചതിക്കുഴികളിൽ ചെന്നെത്തപ്പെടാതെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ എന്നും സുരക്ഷിതരായിരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട്, ഇന്ന് വ്യക്തിപരമായി എന്ത് മാനസാന്തരമാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് പ്രാർത്ഥനയിൽ കണ്ടുപിടിച്ച് ആ മാനസാന്തരത്തിൻ്റെ വഴികളിലൂടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് സഞ്ചരിച്ച് സ്വർഗത്തെ സ്വന്തമാക്കുവാൻ നമുക്കും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.